പിന്നെ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ ലോകകപ്പിലൊക്കെ പോർച്ചുഗലിന്റെ പ്ലെയേഴ്സിനിടയിലുള്ള ഈഗോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും തമ്മിലുള്ള ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സ്പിരിറ്റും പിന്നെ ഒരു യൂണിറ്റിയും ഒക്കെ നമുക്കിപ്പം ഈ ഒരു പോർച്ചുഗൽ ടീമിൽ കാണാൻ സാധിച്ചു. ഒരു ട്രോഫിക്ക് വേണ്ടി, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗൽ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും വലിയ ഇതിഹാസത്തിന് വേണ്ടി ഒരു ട്രോഫി നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി കളിക്കുന്ന ഒരു പറ്റം യുവതാരങ്ങളെയാണ് നമുക്ക് കാണാൻ നേഷൻസ് ലീഗിൽ സാധിച്ചത്. അപ്പൊ ഈ ഒരു മൊമെന്റം അല്ലെങ്കിൽ ഈ ഒരു സ്പിരിറ്റ് പിന്തുടർന്ന് അടുത്ത ലോകകപ്പിലും കളിക്കാൻ ടീമിന് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ പോർച്ചുഗലിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ടാലന്റിന്റെ കാര്യത്തിൽ യാതൊരു പഞ്ഞവും ഇല്ലാത്ത ടീമാണ്. നമ്മൾ നോക്കേണ്ടത് PSG പ്രധാനപ്പെട്ട 3 താരങ്ങൾ, എഞ്ചിൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന വിറ്റീനിയ, പിന്നെ അതുകൂടാതെ ജാവോ നെവസ്, പിന്നെ മെൻഡസ്, ഒരു രക്ഷയില്ല. അപ്പൊ ഈ 3 പ്ലെയേഴ്സ് ഒക്കെ അത്രയ്ക്കും ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുക, ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ അത്തരം പ്ലെയേഴ്സിന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് പോർച്ചുഗൽ ടീമിനെ കരുത്തുറ്റതാക്കി മാറ്റുന്നത്. ഡിഫൻസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും മികച്ച രീതിയിൽ ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു നിര തന്നെയാണ് പോർച്ചുഗലിനുള്ളത്. അപ്പം എല്ലാ മേഖലയിലും പോർച്ചുഗൽ ഇന്നിപ്പോ നമ്മൾ ടോപ്പ് 5 ടീമുകളെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും താരനിബിഡമായ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു 5 നാഷണൽ ടീമുകളെ ലോകത്ത് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് പോർച്ചുഗൽ ആയിരിക്കും. അടുത്ത ലോകകപ്പിലെ ഹോട്ട് ഫേവറേറ്റ്സ് എന്ന് പറയപ്പെടുന്ന ടീമുകളിൽ ഒരു ടീം പോർച്ചുഗൽ ആണെന്നുള്ള കാര്യത്തിലും സംശയമില്ല.